ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിലെയല്ല, ക്വാർട്ടേഴ്സിലെ ബാത്റൂമാണ്. അപ്പോൾ ഇവിടെ കുഴൽക്കിണറിലെ വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് കറ പിടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ യൂസ് ചെയ്യാത്ത ഒരു ബാത്റൂമാണ് കേട്ടോ. അത് വാതിലൊക്കെ കണ്ടില്ലേ, ഉപ്പ് കറ പിടിച്ചെടുത്തിട്ട് നല്ലപോലെ ഉപ്പ് കറയുണ്ട്. കാലാകാലങ്ങളായിട്ട് പിടിച്ചെടുക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ക്വാർട്ടേഴ്സിലെ ഈ ഒരു ബാത്റൂം ആയതിനെക്കൊണ്ട് തന്നെ നമുക്കിത് വൃത്തിയാക്കുന്നതിന് കുറച്ച് ലിമിറ്റ് ഉണ്ട്. കാരണം ഒത്തിരി പേര് മാറി മാറി താമസിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. എന്നാലും ഈ ഒരു ബാത്റൂം ഞാൻ ക്ലീൻ ചെയ്തത് കാണിച്ചു തരാം. പക്ഷേ നമ്മളെ വീട്ടിലെ ബാത്റൂം എന്ന് പറയുമ്പം ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലപോലെ തന്നെ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് നമ്മൾ പറമ്പിലേക്കും അല്ലാണ്ടൊക്കെ വലിച്ചെറിയുന്ന ഈ ഒരു മുട്ടത്തോടാണ്. നമ്മൾ മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു തോട് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിനെക്കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ ഒരു ബാത്റൂം ക്ലീനിങ്. അപ്പോൾ ഈ ഒരു മുട്ടത്തോടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇത് നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഈ ഒരു മിക്സീൻ്റെ ജാറിലിട്ട് പൊടിക്കുന്നത് കാരണം ഇതിൻ്റെ ബ്ലേഡിന് നല്ലപോലെ മൂർച്ച കൂടുകയും ചെയ്യും കേട്ടോ. മൂർച്ചയൊക്കെ കുറഞ്ഞു പോയിട്ടുള്ള ജാറാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ മൂർച്ച കൂടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് മേലെ പൊടിയാതെ കിടക്കുന്നതല്ല കേട്ടോ. അതിൻ്റെ ഒരു പാട ഉണ്ടാവില്ലേ മുട്ടേൻ്റെ, അതാണ് കേട്ടോ മുകളിലിട്ട് ഇങ്ങനെ കിടക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു എന്തെങ്കിലും ഒരു പഴയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടുണ്ട് കേട്ടോ, കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണിൽ സോപ്പ് പൊടിയാണ് വേണ്ടത്. ഏത് സോപ്പ് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി. എത്ര കാലകാലങ്ങളായിട്ട് പിടിച്ചു കിടക്കുന്ന ബാത്റൂമിലെ അഴുക്ക് നമുക്ക് തുടച്ച് കളഞ്ഞ പോലെ കഴുകി കളയാൻ ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം കുഴൽക്കിണറിലെ വെള്ളം അതിനെക്കൊണ്ട് തന്നെ അതിൻ്റെ ഒരു മഞ്ഞക്കറയുണ്ട്. അതേപോലെ തന്നെ ഉപ്പ് വെള്ളമാണ് കേട്ടോ. ഞാനിപ്പോൾ ഗുജറാത്തിലാണുള്ളത്. ഉപ്പ് വെള്ളവും കൂടിയാണ്. അപ്പോൾ ഉപ്പിൻ്റെ കറയും കൂടെ നല്ല രീതിക്ക് തന്നെ പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പഴയ സ്ക്രബ്ബറാണ്. ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നല്ല രീതിക്ക് തന്നെ ഉരച്ചു കൊടുക്കുക. നല്ല ശക്തിയായിട്ട് ഉരച്ചു കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം പിടിച്ച് കിടന്നിട്ടുള്ള ഈ ഒരു മഞ്ഞക്കറിയൊക്കെ നല്ല രീതിക്ക് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഴൽക്കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നവർക്കറിയാം ഈ ഒരു കുഴൽക്കിണറിലെ കറയിൻ്റെ കാര്യം. എത്രത്തോളം നമ്മൾ വൃത്തിയാക്കിയാലും കുഴൽക്കിണറിലെ വെള്ളത്തിൻ്റെ ഒരു കമ്മൻ ഉണ്ടാവില്ല. അത് നമ്മൾ ബക്കറ്റും പാട്ട അതേപോലെ തന്നെ ക്ലോസറ്റും അതേപോലെ തന്നെ അവിടെ ചുവരും ടൈലും ഒക്കെ തന്നെ വൃത്തികേടായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ തറ മൊത്തമായിട്ട് ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ചുവരും കൂടെ ആണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത് നമ്മൾ ഉരയ്ക്കുന്ന സ്ഥലത്തൊക്കെ കളർ മാറി വരുന്നത്. ഇതിപ്പോൾ ഉപ്പ് കറിയാണ് കേട്ടോ. ഈ ഒരു ചുവര് മൊത്തം ഉപ്പ് കറിയാണ്. അപ്പോൾ ഈ ഒരു ഉപ്പ് കറിയൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഹാർപ്പിക്ക് വേണ്ട, ബേക്കിംഗ് സോഡ വേണ്ട, ചെറുനാരങ്ങ വേണ്ട, വിനീഗർ വേണ്ട, ഈ ഒരു വിധ സാധനങ്ങളും വേണ്ട. ഈ രണ്ട് സാധനങ്ങൾ മതി. അപ്പോൾ അതാ ഈ ഒരു വാതിൽമേലൊക്കെ ഇത് വെച്ചിട്ട് ചെയ്തപ്പം നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള ഉപ്പ് കറിയൊക്കെ ഇത് ഇളകി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം നല്ല കട്ടിയായിട്ടുള്ള ഉപ്പ് കറിയൊക്കെ ആണെങ്കിലില്ലേ നമുക്ക് കുറച്ച് ഹാർപ്പിക്കും കൂടെ എടുത്താൽ നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഹാർപ്പിക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഉപയോഗിച്ചത്. ഇത് ഇളകി വരുന്നതായിട്ട് ഇതാ കാണുന്നില്ല. ഞാൻ തേച്ച ഭാഗത്തുള്ള അഴുക്കൊക്കെ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം നമ്മളെ വീട്ടിലുള്ള ടോയ്ലറ്റും ബാത്റൂമൊക്കെ ആണെങ്കിൽ ഇത്രത്തോളം അഴുക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിപ്പം ക്വാർട്ടേഴ്സ് ആയതിനെക്കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാത്തതാണ്. ഇവിടെ 3 ബാത്റൂം ഉണ്ട്. അപ്പം നമ്മൾ 3 ഒന്നും ഉപയോഗിക്കില്ല. ഞാനും ഹേട്ടന് മാത്രം ആയതുകൊണ്ട് ഞങ്ങൾ 1 ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് മാറി താമസിക്കുന്നതാണ്. നമുക്ക് 4 വർഷമാണ് ഒരു സ്ഥലത്ത് നിൽക്കേണ്ടത്. അപ്പം ഇതിന് മുമ്പ് ഇവിടെ ഒരുപാട് പേര് താമസിച്ചതിനെ കൊണ്ട് തന്നെ ഒത്തിരി അഴുക്കായിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബാത്റൂം നല്ല രീതിക്ക് തന്നെ എല്ലാവരുടെയും ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു പൈപ്പിൻ്റെ ഈ ഒരു കോലമൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, ഉപ്പുകറ പിടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വാഷ് ബേസും എല്ലാം ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൈപ്പിൻ്റെ മുകളിലൊക്കെ ഉപ്പുകറയും അതേപോലെ വെള്ളമൊക്കെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇത്രത്തോളം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ കുഴൽക്കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ
കളയുന്ന ഒരു സംഭവമാണല്ലോ ഈ ഒരു സോപ്പ് പെട്ടി. ഈ ഒരു സോപ്പ് പെട്ടീൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ഞി വേണം. ഈ ഒരു പഞ്ഞി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ തുണി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പഞ്ഞീൻ്റെ അകത്തേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു മണമാണല്ലോ ഈ ഒരു സോപ്പ് പെട്ടീൻ്റെ മണവും ഈ ഒരു കംഫർട്ടിൻ്റെ ഈ ഒരു പഞ്ഞിയിലേക്ക് ആക്കിയ ഒരു മണവും നല്ലൊരു സ്മെല്ല് തന്നെയായിരിക്കും. ഇനി സോപ്പ് പെട്ടീൻ്റെ 2 ഭാഗവും ഇതേപോലെ ഒന്ന് തുറന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഒരു പഞ്ഞി വെക്കുക കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ബാത്റൂമിലേക്ക് ഇത് നമുക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പം ബാത്റൂമിൽ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ബാത്റൂമിലൊക്കെ ഒന്ന് പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ബാത്റൂം മുഴുവനായിട്ട് അവിടെയുള്ള ബാഡ് സ്മെല്ലൊന്നും അങ്ങനെ അറിയത്തുമില്ല. അടുത്തതായിട്ടുള്ളൊരു ടിപ്പാണ് ഇതേപോലെ നമ്മൾ തേച്ചിട്ടൊക്കെ തീരാറായിട്ടുള്ള സോപ്പൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സോപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുക. കുറേയൊക്കെ പല ജാതി സോപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ഇവിടെ ചെറിയ പല ജാതി സോപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് മെൽട്ടായിട്ട് കിട്ടും. എന്നിട്ട് ഇത് കൊണ്ടിട്ട് നമുക്ക് അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. നമുക്ക് അത്രയും ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇതൊന്ന് തണിയണം. തണിഞ്ഞിട്ട് എന്തെങ്കിലും പഴയൊരു പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പറൊന്നും എടുക്കാതിരിക്കുക. ഇതേപോലത്തെ ബുക്കിൻ്റെ പേജൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ പേജ് എടുക്കുക. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഈ ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് ഈ ഒരു സോപ്പിൻ്റെ ഈ ഒരു ലിക്വിഡ് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇരുഭാഗങ്ങളിലേക്കും ഒന്ന് എല്ലായിടെയും ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതായി പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ, നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു സോപ്പിൻ്റെ ഈ ഒരു ഇതില്ലേ, അത് നമുക്ക് ഐസ് ക്യൂബ്സിൻ്റെ ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കട്ടായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് ഞാൻ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഓയിൽ തേച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഓയിൽ തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ നമ്മളെ പേപ്പർ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് സ്വർണ്ണപ്പിഴയിൽ നിന്നൊക്കെ കിട്ടില്ലേ, എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ കുഞ്ഞു പേഴ്സ്, ഈ ഒരു പേഴ്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹാൻഡ് ബാഗിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു ബാഗിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കൊറോണയുടെ ടൈമൊക്കെ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തൊട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു തുണ്ട് പേപ്പർ മതി നമുക്ക് കൈ വാഷ് ചെയ്തെടുക്കാൻ. വലിയ സോപ്പൊന്നും എടുത്തിട്ട് നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ നമുക്ക് സോപ്പൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ കൈ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. കൈ നല്ല ഫേസും വാഷ് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് തന്നെയാണല്ലോ ഇങ്ങനെ ആക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഖവും എല്ലാം വാഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഹാൻഡ് ബാഗിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അധികം വെയിറ്റും കാര്യമില്ല. സോപ്പ് വലിയൊരു സോപ്പ് കട്ടയൊന്നും എടുത്തിട്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ചെറിയ കഷ്ണം പേപ്പർ മതി. അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇതൊന്ന് അടർത്തിയെടുക്കണം. അപ്പോൾ ഇത് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് എന്താ ടിപ്പ് എന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഓരോന്നോരോന്ന് എടുത്തിട്ട് നമുക്ക് ടോയ്ലറ്റിലും അതേപോലെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ കഴുകാൻ എളുപ്പത്തിൽ ഇത് എടുത്താൽ മതിയല്ലോ. കാരണം അത് നമ്മൾ തേച്ച് തീരാറായി കളയാൻ വെച്ചിട്ടുള്ള സംഭവമാണല്ലോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.